എന്നെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, ഈ ലോകത്തിലെ സകല കഷ്ടങ്ങൾക്കും ഉത്തരവാദി ദൈവമല്ല. നിങ്ങൾക്കറിയാമോ, ഈ സർവ്വലോകത്തും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ഇന്നേ വരെയുള്ള 6000 വർഷക്കാലം ഈ ഭൂമിയിലെ മനുഷ്യജാതി ഒഴുകിയ കണ്ണുനീരെല്ലാം കൂടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഓട്ട് നോക്കിയ കഴിഞ്ഞ 6000 വർഷമായിട്ട് ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം ഒഴുകിയ കണ്ണുനീര് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു സമുദ്രം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം എന്താണ് ആ വെള്ളത്തിന്റെ സമൃദ്ധി കിട്ടുമായിരുന്നു. അതേപോലെ യുദ്ധങ്ങള്, കൊലപാതകങ്ങൾ, ആത്മഹത്യകള്, പ്രിയപ്പെട്ട എവിടെ നോക്കിക്കഴിഞ്ഞാലും അക്രമങ്ങള്, ഇങ്ങനെ ലോകത്തിൽ കണ്ണുനീരും എന്താണ് ബലഹീനന്മാരെ കീഴടക്കുമ്പോൾ ബലഹീനന്മാരുടെ കണ്ണുനീര് കണ്ടില്ലെന്ന് നടിക്കുന്ന ദൈവമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ട. അവിടെ കണ്ണുനീരിന്റെ എല്ലാം ദൈവം ഉത്തരം കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാത്തിനും പ്രതികാരം ചെയ്യുന്ന ഒരു ദിവസം വന്നെത്തുവാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴെല്ലാം എന്താണ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് റിമാൻഡിൽ കിടക്കുന്ന പോലെ എല്ലാ പ്രതികളും കുറ്റവാളികളും ദൈവത്തിന്റെ മുമ്പിൽ റിമാൻഡിൽ കിടക്കുകയാണ്. എല്ലാവരെയും ന്യായം വിധിച്ച് സമ്പൂർണ്ണമായിരിക്കും നരകശിക്ഷ കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അത് എല്ലാവരുടെയും മരണം ഉറപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് പ്രിയപ്പെട്ടത്. ആ ഭയങ്കരമായിരിക്കും ന്യായവിധിയുടെ മുമ്പിൽ നിങ്ങൾ അകപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങൾ പ്രസംഗിക്കുന്നു. അപ്പോൾ നോക്കുവിന് ലോകത്തിന്റെ കണ്ണുനീരെല്ലാം ഒരു സമുദ്രത്തിനോട് ഉപമിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ നീ ഒഴുക്കിയ കണ്ണുനീര് നോക്കിക്കേ. ബാല്യകാലത്തില് അപ്പന്റെ സ്നേഹം കിട്ടിയില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, സഹോദരന്മാര് പലരും നിന്നെ പരിഹസിച്ചു. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അതേ സത്യം തന്നെ. അപ്പോൾ നീ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവരൊക്കെ എന്നോട് ഇങ്ങനെ ദ്വേഷിക്കുന്നത്? സ്കൂളിൽ പോയ കുട്ടികൾ നിങ്ങളെ പരിഹസിക്കും. ചിലരെ എന്താണ് ഒരാവശ്യവുമില്ലാതെ മറ്റു കൂട്ടുകാർ നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യവുമില്ല. ഞാൻ ഇതൊക്കെ അനുഭവിച്ചു. അന്നൊക്കെ ചിന്തിക്കുക, എന്തിനാണ് ഇവനൊക്കെ എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? എന്തിനാണ് ഇവൻ എന്നെ കളിയാക്കുന്നത്? എനിക്ക് ഉത്തരമില്ല. പക്ഷെ ഞാൻ മറുത്തൊന്നും പറയുമായിരുന്നില്ല. അപ്പോഴും നമ്മുടെ കണ്ണുകൾ ഈർന്നടിയുക മാത്രമേ ഉള്ളായിരുന്നു. പിന്നെന്താണ്, നമ്മുടെ യൗവനത്തിലേക്ക് വന്നപ്പോഴോ അധ്വാനത്തിന് കൂലി കിട്ടുന്നില്ല. പല യജമാനന്മാരും നമ്മളെ വഞ്ചിച്ച് നമ്മുടെ പണം എന്താണ് കവർന്നെടുക്കുകയാണ്. പിന്നെയോ പല യജമാന്മാർക്കും ദാസന്മാരാലും ഇങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാറുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോഴോ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം മുമ്പോട്ട് പോകുന്നില്ല. അവിടെ എന്താണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയാണ്. അവിടെ എന്താണ് വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുകയാണ്, മുറി വീഴ്ത്തിയാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തിനാണ് എന്റെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നത്? എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ചത്തു കളയുന്നല്ലോ അതിൽ ഭേദം. അപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തും, ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം? നമുക്കിവനെ ഓർമ്മ വെച്ചതാണ് പോലെ ഞാൻ വഴിപാട് ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ കടന്നു പോകാത്ത ക്ഷേത്രങ്ങളില്ല, പോകാത്ത പള്ളികളില്ല. പക്ഷെ എന്താണ്, ദൈവം എന്നോട് കണ്ണു തുറക്കുന്നില്ല. ഈ ദൈവം എന്തുകൊണ്ട് കണ്ണുപൂട്ടിയിരിക്കുന്നു? അവന് ജീവനില്ലയോ? നമ്മുടെ നിരവധി ആൾക്കാരുടെ വേദനകളുടെ ഉറവിടമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്.